വീട്ടിൽ കൊണ്ടുള്ള ഇരിപ്പുണ്ട്. മാങ്ങ ചുവന്ന ഇരിപ്പുണ്ട്. പറിക്കാലോ. നമുക്കൊന്ന് കാളമ്പലോട്ട് വിട്ടാലോ. കുറച്ച് മത്തി വാങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് കാളമ്പയ്ക്ക് കുറച്ച് മത്തി വാങ്ങി ഉണ്ടമുളക് ഇട്ട് മാങ്ങയുടെ ഇതാക്കി ചോറിട്ട് പിടിച്ചാൽ പോയാക്കില്ല. അങ്ങനെ ഞങ്ങൾ കാളമുക്കിൽ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുഞ്ഞൻ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. മതി. അപ്പോൾ ദേ ഇച്ചിരി നമ്മുടെ മത്തൻ മുളകൊക്കെ പൊട്ടിച്ചിട്ട് മീൻ കറിയൊക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇച്ചിരി 2-3 അയില ഉണ്ടായിരുന്നു. അതിനെയും കൂടി വറുത്തെടുക്കാം. എന്നിട്ട് ചേട്ടന് ചോറ് വിളമ്പി കൊടുക്കാം. ശ്യാം ചേട്ടൻ കഴിച്ചിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയട്ടെ. അപ്പോൾ ചേട്ടനല്ലേ എൻ്റെയൊക്കെ അഭിപ്രായം പറയണ്ട. അതാ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് ചോറ് വിളമ്പാം. കറി ഒഴിക്കട്ടെ. നല്ല ഉണ്ടമുളകിട്ട മത്തിക്കറിയും മാങ്ങയും നമ്മുടെ താരം മുളക് പിന്നെ ഒരു മീൻ വറുത്തത്. ഇച്ചിരി പയർ ദൂരം വെക്കട്ടെ. ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഉണ്ട്. സൈഡ് വെച്ചു. താങ്ക് യു. കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ കറിയില്ല മണം. ഭയങ്കരമായിട്ട് ഇപ്പൊ തന്നെ ഭയങ്കര ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കറി. നേരെ കഴിക്കല്ലേ. ആദ്യം മുളകായിട്ട് ഞെരടിയിട്ടുണ്ട് കഴിക്കട്ടെ. അതാണ് 20 തരമുണ്ട്. അത് ഇറങ്ങിയപ്പോൾ ഒരു സുഖമാണ് ആ മുളകിൻ്റെ. ഇറങ്ങി ചെല്ലുമ്പോൾ എരിവില്ലേ അറിയാം. ഒരു രക്ഷയില്ല. പിന്നെ ഇത്തിരി മാങ്ങ ഇട്ടിട്ട് വരാം ഫസ്റ്റ്. മാങ്ങയും ഇത്തിരി മത്തി,
പൊളി എന്ന് പറഞ്ഞാൽ പൊളി. സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഓർക്കും ഈ തൊണ്ടോടെ ഈ മാങ്ങ ഇട്ടാൽ നല്ലതായിരിക്കുമെന്ന്. എങ്ങനെയുണ്ട്? ഈ മാങ്ങ തൊണ്ടോടെ ഇടുന്നതല്ലേ നല്ലത്? തൊലിയോടെ ഇടുന്നത്. അതെ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. നല്ലൊരു മണമുള്ള മാങ്ങയായത്. മീൻ വറുത്തുണ്ട് കേട്ടോ, മറ്റേ അയില വറുത്തുണ്ട്. ഇനി അതും കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ട്. പക്ഷെ മത്തിയുടെ ആ കറികളുണ്ട് ആ ഒരു ടേസ്റ്റേ. സൂപ്പർ, താങ്ക് യു. സൂപ്പർ പറഞ്ഞാൽ അടിപൊളി.